ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അബീനാസ് വേൾഡ്. അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഫ്ലോറൊക്കെ ഒന്ന് അരിച്ചെടുക്കുക. 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഫ്ലോറൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും 2 ബൗളിലേക്ക് മാറ്റിയിട്ട് ഫസ്റ്റ് മുട്ടയുടെ വെള്ളയാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് പതഞ്ഞ് വരുമ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ ഒരു 3/4 കപ്പിൻ്റെ പകുതിയാണ് ഈ ഒരു വെള്ളയിൽ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി ഞാൻ മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ചേർത്ത് കൊടുക്കും. ഇപ്പോൾ മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ പാത്രം ഇതേപോലെ കമിഴ്ത്തി നോക്കുന്ന സമയത്ത് താഴെ വീഴാത്ത തരത്തിൽ ഈ ഒരു പരുവത്തിൽ വേണം ബീറ്റ് ചെയ്യാൻ. ഇനി മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പാല് കുറേശ്ശെ ആയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ മുട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലോറും കുറേശ്ശെ ആയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ആ മുട്ടയുടെ മഞ്ഞയും ഫ്ലോറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ടയുടെ വെള്ള കുറേശ്ശെ ആയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബീറ്റ് ചെയ്തിട്ടുള്ള മുട്ടയുടെ വെള്ള മുഴുവനായിട്ടും ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാം. ഞാൻ സ്റ്റൗ ടോപ്പിൽ കുക്കറിൽ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യാനുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ 1/4 കപ്പ് ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഈ
സമയം കൊണ്ട് നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 45 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് റെഡിയായി കിട്ടി. ഇനി കേക്ക് പുറത്തെടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കേക്ക് വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ചെറി സിറപ്പ് വെച്ചിട്ടാണ് കേക്ക് വെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനു വേണ്ടി 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് ചെറീസ് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/2 കപ്പ് വെള്ളവും എടുത്തിട്ടാണ് സിറപ്പ് റെഡിയാക്കിയത്. ഇനി ഫില്ലിങ്സിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും ആൽമണ്ട്സും കുറച്ച് ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു നട്ട്സ് ഇതുപോലെ ബട്ടറിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മൾ കേക്കിന് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുക. ഇനി കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കുക. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 25 ഗ്രാം ബട്ടറും കൂടി ചേർത്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. കേക്ക് ബേസിൽ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറി സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്യാം. കേക്ക് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ക്രീം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഷുഗർ സിറപ്പിലുള്ള ചെറീസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി നട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുക്കാം. ചെറി സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ചെറീസും നട്ട്സും ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ചോക്ലേറ്റ് ഗനാഷും ഒഴിച്ചു കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം മൊത്തം ക്രീം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ മൊത്തം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ ചോക്ലേറ്റ് ഗനാശ മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലും 2 സൈഡിലായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ ചെറീസും നട്ട്സൊക്കെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കേക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കേക്കിൻ്റെ ചുറ്റിലും ചോക്ലേറ്റ്സും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് ഗോൾഡൻ ബോൾസ് കേക്കിൻ്റെ മുകളിൽ ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുന്ന സമയത്ത് ശരിക്കും ഒരു ഐസ്ക്രീം കഴിക്കുന്ന ഒരു ഫീലാണ് ഈ കേക്കിനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കേക്ക് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫീഡ്ബാക്ക് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.